നമസ്കാരം. മേനോൻ മുഖ്യമന്ത്രിയുടെ നാവ് കൊണ്ടുള്ള പൂക്കിത്തരം ജനം മനസ്സിലാക്കി തുടങ്ങിയിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് അദ്ദേഹം നടത്തിയിരുന്ന 10 മിനിറ്റ് പൂക്കിത്തരം അത് നാവ് കൊണ്ടുള്ള വെറും പൂക്കിത്തരമാണെന്ന് ഇപ്പോൾ മുനമ്പം സ്വദേശികൾ കൂടി തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. മുനമ്പവുമായി ബന്ധപ്പെട്ട വിഷയം അധികാരം ഇങ്ങോട്ട് തരൂ, 10 മിനിറ്റിനകത്ത് ഞാൻ പരിഹരിച്ചു തരാമെന്ന് തള്ളി മറിച്ചിരുന്ന വ്യക്തി ഇപ്പോൾ നിന്ന നിപ്പിൽ മലക്കം പറഞ്ഞിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല, സർക്കാരും സംവിധാനവും എൻ്റെ കയ്യിലുണ്ടെങ്കിലും എനിക്കിപ്പോൾ ആ വിഷയത്തിൽ കയറി ഇടപെടാൻ കഴിയില്ല എന്ന് കഴിഞ്ഞ ദിവസം അറിയിച്ചതിന് പിന്നാലെ മുനമ്പൻ നിവാസികളെ പറഞ്ഞു പറ്റിച്ചതിന്റെ പേരിൽ അവർ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഒരു കണക്കിന് അവർക്കത് ആവശ്യമാണെന്ന് പറയേണ്ടി വരികയാണ്. കാര്യം ഈ പ്രലോഭന വാക്കുകളും പൊലിപ്പീരും പതപ്പീരും ഒക്കെ കാണുമ്പോൾ ഇവരാണ് നല്ലവർ എന്ന് വിചാരിക്കുകയും പതപ്പിച്ച് ഇടപെടാൻ വരില്ല, പക്ഷേ ഏൽക്കുന്ന കാര്യങ്ങൾ ഉത്തരവാദിത്തപൂർവ്വം ചെയ്യുന്നത് ആരാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് എന്ത് വേണം? അനുഭവങ്ങൾ വേണം. ആ അനുഭവങ്ങൾ കിട്ടിയപ്പോഴാണ് ഈ പ്രതിഷേധം അരങ്ങേറിയിരിക്കുന്നത്. വാക്കുപറഞ്ഞത് പാലിച്ചിടാൻ നട്ടല്ലുണ്ടോ സർക്കാരെ? വക്കഫെന്നൊരു കൊള്ളക്കാരന് അറബിക്കടലിൽ കെട്ടിത്താഴ്ത്തു വക്കഫെന്നൊരു കൊള്ളക്കാരന് നാടുകടത്തും കട്ടായം. പ്രതിഷേധം മുനമ്പം ജനതയുടെ പ്രതിഷേധം. 10 മിനിറ്റ് വാഗ്ദാനങ്ങൾ ഒത്തിരി നൽകി പറ്റിച്ചില്ലേ? പട്ടിണി സമര പോരാട്ടങ്ങൾ ഒത്തിരി അങ്ങ് പുച്ഛിച്ചില്ലേ? വാഗ്ദാനം പാലിക്കുവാൻ സർക്കാർ കോലം കത്തിപ്പിൽ തുടങ്ങിയിരിക്കുകയാണ്. കാര്യം വരാൻ പോകുന്ന പ്രശ്നം എന്തെന്ന് പറഞ്ഞാൽ മുനമ്പൻ നിവാസികളെ സംബന്ധിക്കുന്നിടത്തോളം ഇപ്പോൾ അവർ താമസിക്കുന്നത് വഖഫ് ഭൂമിയായിട്ട് രജിസ്റ്റർ ചെയ്യപ്പെട്ടു. കാര്യം വഖഫ് ബോർഡ് ലീഗിന്റെ കൂടിയൊക്കെ സമ്മർദ്ദത്തിലായിരിക്കണം. അത് ഉന്മീത് പോർട്ട്, ആ പോർട്ടലിന്റെ പേര് അതാണെന്ന് തോന്നുന്നു, അതിലേക്ക് രജിസ്റ്റർ ചെയ്യപ്പെട്ടു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് രജിസ്റ്റർ ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ തനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് സതീശൻ അറിയിച്ചിരിക്കുന്നത്. അതെന്താണ് ചെയ്യാൻ പറ്റാത്തത്? പിന്നെ ആർക്കാണ് ചെയ്യാൻ പറ്റുക? 10 മിനിറ്റ് സമയം മതി ഏത് വിഷയവും പരിഹരിക്കാൻ കെൽപ്പുള്ള വ്യക്തി, നിന്ന നിപ്പിൽ മലക്കം മറിയുന്ന വ്യക്തിയാണെന്ന് ഇപ്പോൾ അനുഭവത്തിൽ പലതും മനസ്സിലാകുന്നുണ്ട്. അതിപ്പോൾ ഇന്ധനവില കുറയ്ക്കുന്ന കാര്യം എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം പഴയ സർക്കാരിനെ, അതായത് മുൻ സർക്കാരിനെ പഴിചാരിക്കൊണ്ട് ഇന്നലകളിൽ അദ്ദേഹം പറഞ്ഞ ഒരു വാചകം നിങ്ങളെ ഒന്ന് കേൾപ്പിക്കാം. അത് കേട്ടതിന് ശേഷവും ഇപ്പോൾ പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് വ്യക്തി തരാതരം പോലെ ഓന്തിനെ പോലും നാണിപ്പിക്കുന്ന തരത്തിൽ നിലപാട് മാറുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. കേന്ദ്ര സർക്കാർ തയ്യാറാകണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അതേ അവസരത്തിൽ അധികമായി കിട്ടുന്ന വരുമാനം കുറയ്ക്കാൻ സംസ്ഥാന സർക്കാരും തയ്യാറാവണം. നേരത്തെ പറഞ്ഞ അതേ വാചകത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിൽക്കുന്നുണ്ടോ എന്നുള്ളതാണ് സംസ്ഥാനത്തോട് പറയേണ്ടത്. അന്ന് പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ പറഞ്ഞ കാര്യങ്ങൾ അത് പാലിക്കാൻ ഇപ്പൊ തയ്യാറുണ്ടോ? അത്തരം മണ്ടത്തരങ്ങൾ ഞങ്ങൾ കാണിക്കില്ല. അപ്പൊ എന്നോട് മണ്ടത്തരം ചെയ്യാൻ വേണ്ടിയിട്ടാണോ മുൻ ധനകാര്യമന്ത്രി എന്നെ ഇപ്പൊ ഉപദേശിച്ചത്? കണ്ടല്ലോ, ഇത് ഇന്ധന സെസ് ഇന്നലകളിൽ അധികമായി കൂടിയ നികുതി അങ്ങ് കുറച്ചു കൊടുക്ക് എന്ന് പറഞ്ഞിരുന്ന വ്യക്തി ഇപ്പോൾ പറയുകയാണ് അത് അന്നത്തെ ധനമന്ത്രി മണ്ടത്തരമാണെന്ന് പറയല്ലേ. അന്നത്തെ ധനമന്ത്രി ചെയ്യേണ്ടുന്ന കാര്യങ്ങളല്ലല്ലോ നിങ്ങൾ ചെയ്യാൻ വന്നിരിക്കുന്നത്. ഞങ്ങൾ ജനങ്ങൾക്ക് വാരിക്കോരി എല്ലാം കൊടുക്കാൻ പോവുകയാണ്, അവരുടെ മേൽ ഒരു നികുതി ഭാരവും ഏൽപ്പിക്കില്ല, ഞങ്ങൾ നുകർന്നെടുക്കുന്ന ആൾക്കാരാണെന്നൊക്കെ തട്ടിവിട്ടതിന് ശേഷം കസേരയിൽ കയറി ഇരുന്നിട്ട് ഇതുവരെ ജനങ്ങൾക്ക് ഗുണമുള്ള ഒരു കാര്യവും ചെയ്തില്ല. 6000 കോടി കഴിഞ്ഞ സർക്കാർ മിച്ചം വെച്ചിട്ട് പോയത് കൊണ്ട് വീടുകൾ അദ്ദേഹം മോടി പിടിപ്പിക്കുന്നില്ല, അറ്റകുറ്റപ്പണി ചെയ്യുന്നുണ്ട്. ഏത് ക്ലിഫ് ഹൗസിലേക്ക് ഇതുവരെ മുഖ്യമന്ത്രി മാറിയിട്ടില്ല, അവിടെ 1.5 കോടി രൂപയുടെ അറ്റകുറ്റപ്പണി നടക്കുകയാണ്. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് എന്തൊക്കെ കഥകൾ വന്നു. അതുപോലെയാണ് മാധ്യമങ്ങളിലൂടെ ഓരോ സന്ദർഭത്തിലും മുതലാളിമാർക്ക് പണം കൊടുത്ത് തരാതരം പോലെ പറയുന്ന വാചകങ്ങളെ മാത്രം
ഉയർത്തിക്കാട്ടിക്കൊണ്ടും ഇന്നലകളിൽ പറഞ്ഞ വാചകങ്ങളെ ഇവർ മനഃപൂർവ്വം മുക്കിക്കൊടുത്തും സഹായിക്കുന്നത് കൊണ്ട് ആരെയും പറ്റിക്കാം, ഈ ഡയലോഗ് അടിച്ച് നിലനിൽക്കാം, ഡയലോഗ് കൊണ്ട് 5 വർഷവും കടന്നു പോകാമെന്നാണ് കരുതുന്നത്. പക്ഷേ ജനങ്ങൾക്ക് കാര്യം മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. ലീഗന്മാരെ പോലും പറഞ്ഞു മനസ്സിലാക്കി വഖഫ് വിഷയത്തിൽ പരിഹാരമുണ്ടാക്കാൻ കഴിയാത്ത വ്യക്തി ഇപ്പോൾ മുനമ്പം വിഷയം വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കളിക്കുകയാണ്. അവരെയും അസംതൃപ്തിപ്പെടുത്താൻ പാടില്ല, മുനമ്പംകാരെ അസംതൃപ്തിപ്പെടുത്താൻ പാടില്ല. ഞങ്ങൾ നിയമപരമായി ആലോചിക്കും, അവർക്ക് വീട് നഷ്ടപ്പെടില്ല എന്നൊക്കെ നാക്കുകൊണ്ട് പറയാം. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് എറണാകുളത്ത് തന്നെ ഒരു കുടിയൊഴിപ്പിക്കൽ വിഷയം നിങ്ങൾ കണ്ടതാണ്. കഴിഞ്ഞ 10 വർഷമായിട്ട് കുടിയൊഴിപ്പിക്കൽ സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ വന്നെങ്കിലും നടപ്പാക്കാൻ പോലീസിന് മേൽ സമ്മർദ്ദമുണ്ടായില്ല. പക്ഷേ സതീശൻ വന്നപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സമ്മർദ്ദം ഉണ്ടാകും. അതുപോലെ മുനമ്പംകാരുടെയും വരുംകാല ജീവിതം ഇന്നലത്തെ 10 മിനിറ്റ് വാക്കിൽ വിശ്വസിച്ച് അധികാരം കൊടുത്തപ്പോൾ നിറം മാറിയിരിക്കുകയാണ്. ഇപ്പോൾ അതൊന്നും ചെയ്യാൻ പറ്റില്ല, എല്ലാ സംവിധാനവും കയ്യിലെത്തിയപ്പോൾ നൈസായിട്ട് കൈ കഴുകുന്ന ആ പണി 10 മിനിറ്റുകാരൻ്റെ പറഞ്ഞു പറ്റിക്കൽ ഡയലോഗായിരുന്നു എന്ന് മുനമ്പംകാർ തിരിച്ചറിഞ്ഞപ്പോൾ അവർ തെരുവിൽ കോലം കത്തിക്കൽ പ്രതിഷേധമായി. വരും കാലങ്ങളിൽ 2 കമ്മ്യൂണിറ്റികൾ തമ്മിലുള്ള വലിയ പ്രശ്നമായി ഇതുണ്ടാകാൻ പോവുകയാണ്. കാര്യമെന്താണ്? ഇന്നലകളിൽ മധ്യസ്ഥത നിന്നുകൊണ്ട് 10 മിനിറ്റ് കൊണ്ട് പരിഹരിക്കുമെന്ന് പറഞ്ഞ വ്യക്തി കസേരയിലെത്തിയപ്പോൾ നിന്ന നിപ്പിൽ മറുകണ്ഠം ചാടി അല്ലെങ്കിൽ മലക്കം മറിഞ്ഞതാണ് ഈ ഒരു പ്രതിസന്ധി ആ ജനങ്ങൾക്കിടയിൽ ഉടലെടുക്കാൻ കാരണമെന്ന് കൃത്യമായി പറയേണ്ടി വരികയാണ്.